ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഗൗരഭാഗവത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ മനോഭീഷ്ടം സ്ഥാപിതം യേന ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने नमाचार्यपादाय निताय कृपप्रदायिने गौरकथादामधाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवासवानवी देवी देदाय कृपाब्दये कृष्णसम्बन्धविज्ञानादायिनी प्रभवे नमः। माधुर्योज्ज्वलप्रेमाढ्य श्रीरूपानुगभक्तिदा श्रीगौरकरुणा शक्तिविग्रहाय नमोऽस्तुते। नमस्ते गौरवाणी श्रीमूर्ते दीनतारिणी रूपानुगविरतसिद्धान्तद्वन्द्वहारिणी नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजायते नमः। नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवरायते गौराविर्भावभूमेस्त्वं निर्दिष्टसज्जनप्रिय वैष्णव सर्वभौम श्रीजगन्नाथायते नमः। नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनामिने गौरत्रिसे नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। जयदां सुरदौ पङ्गोर्मम मन्दमतेर्गति मत्सर्वस्वपादाम्बुजो राधामदनमोहनं दिव्यत्वृन्दारण्यकल्पद्रुमद श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा शीलगोविन्ददेवो प्रेष्ठारवे सेव्यमानो स्मरामि। श्रीमन्दासरसारम्भी वंशीवरत्तरस्थिताकर्षन्वेनुस्मने गोपीर्गोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम राम हरे हरे। मूकं करोति वाचालं भङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. രാവിലെ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ഗൗരഭാഗവതം നമുക്ക് ചർച്ച തുടരാം. രാവിലെ ചൈതന്യ മഹാപ്രഭു സന്യാസമെടുത്ത ആ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരുപാട് രസകരമായിട്ടുള്ള ലീലകളൊക്കെ രാവിലെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി മുന്നോട്ട് നമുക്ക് ചർച്ച തുടരാം. ഭഗവാൻ ജഗന്നാഥ് പുരിയിലേക്ക് പോവുകയാണ്. ജഗന്നാഥ് പുരിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഭഗവാന്റെ സന്യാസദണ്ഡ നിത്യാനന്ദ പ്രഭു ഓടിക്കുന്നതായിട്ട് ആ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ എത്തിയപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു ഭഗവാൻ ആരാണ്. ജഗന്നാഥനെ കണ്ടപ്പോൾ ഭഗവാൻ ഇത് കണ്ടിട്ട് മനസ്സിലാവാതെ ജഗന്നാഥ് പുരിയിലുള്ള പൂജാരികൾ
ഭഗവാനെ അടിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ്. അവർ വിചാരിച്ച് ഇതെന്തുവാ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന എന്താ ഒരു ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അടിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഉടൻ തന്നെ സർവഭൗമ ഭട്ടാചാര്യ തടഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാൻ പൂർണ്ണമായിട്ടും ഭാവത്തിൽ നിമഗ്നനായിട്ടിരിക്കുകയാണ്. ഭഗവാന്റെ ശ്വാസത്തിന്റെ ഒരു ലക്ഷണങ്ങൾ പോലും ഇല്ല, ഹൃദയം പോലും തുടിക്കുന്നില്ല. എന്നാൽ ഇതിനെ നിർവികൽപ്പ സമാധി എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ പോയെന്നുള്ള, അതായത് ആത്മാവ് ഉണ്ടെന്നതിന്റെ ഒരു ലക്ഷണങ്ങൾ പോലും ഇല്ലെന്നുള്ള. പിന്നെ എങ്ങനെയോ ഭഗവാന് ബോധം തിരിച്ചു കിട്ടിയ സമയത്ത് സർവഭൗമ ഭട്ടാചാര്യരുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. സർവഭൗമ ഭട്ടാചാര്യർക്ക് മനസ്സിലായിട്ടില്ല ഇത് സാക്ഷാൽ ഭഗവാനാണെന്ന്. സർവഭൗമ ഭട്ടാചാര്യർ പല രീതിയിലും ചൈതന്യ മഹാപ്രഭുവിനെ വേദാന്തമൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ വേദാന്തം എല്ലാം പഠിപ്പിക്കുന്നത് ഭഗവാനെ കുറിച്ച് തന്നെയാണ്. എന്നാൽ അതേ ഭഗവാനോട് വേദാന്തം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു സർവഭൗമ ഭട്ടാചാര്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനായ ഗോപിനാഥ ആചാര്യനിലൂടെ ഗോപിനാഥ ഒരു ഭക്തനായിട്ട് മാറും. ഈ സർവഭൗമ ഭട്ടാചാര്യൻ എന്ന് പറയുന്നത്, ക്ഷമിക്കണം, ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, ഇന്റർനെറ്റ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഈ സർവഭൗമ ഭട്ടാചാര്യർ സാക്ഷാൽ ബൃഹസ്പതിയുടെ അവതാരമാണ്. ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ട് ബൃഹസ്പതി തന്നെയാണ് സർവഭൗമ ഭട്ടാചാര്യനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവായിട്ട് പല രീതിയിലും തർക്കിച്ചു. മായാവാദ സിദ്ധാന്തമായിരുന്നു സർവഭൗമ ഭട്ടാചാര്യൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആ മായാവാദ സിദ്ധാന്തം അനുസരിച്ച് ഭഗവാന് രൂപമില്ല, ഭക്തിയെല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയാണ്, വേദാന്ത പഠനമാണ് പരമോന്നതമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന്റെ വഴി എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെ സർവഭൗമ ഭട്ടാചാര്യനെ തിരുത്തുകയാണ്. തുടർച്ചയായിട്ട് 7 ദിവസം സർവഭൗമ ഭട്ടാചാര്യർ വേദാന്ത സൂത്രത്തെക്കുറിച്ച് പല പല കാര്യങ്ങളും പറഞ്ഞു. അതെല്ലാം കേട്ടിട്ട് ചൈതന്യ മഹാപ്രഭു ഒന്നും പറഞ്ഞില്ല തിരിച്ചായിട്ട്. അപ്പോൾ സർവഭൗമ ഭട്ടാചാര്യൻ ചോദിച്ചു, ഞാൻ 7 ദിവസമായിട്ട് നിനക്കിതെല്ലാം പറഞ്ഞു തരുന്നു, പക്ഷെ നീ എന്നോട് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും തിരിച്ചു പറയേണ്ടതല്ലേ? അന്നേരം ഭഗവാൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ഭഗവാൻ പറഞ്ഞു, അങ്ങ് പറയുന്ന പോലെയല്ല വേദാന്തം യഥാർത്ഥത്തിൽ. അപ്പോൾ സർവഭൗമ ഭട്ടാചാര്യ പറഞ്ഞു, എങ്കിൽ നീ തന്നെ പറഞ്ഞു തരൂ, എന്താണ് വേദാന്തത്തിന്റെ എല്ലാം അർത്ഥം? അങ്ങനെ ഭഗവാന്റേതായിട്ടുള്ള യഥാർത്ഥ വിശദീകരണം കൊടുത്തു. അവിടെയും ആത്മാരാമ ശ്ലോകം ഓർമ്മയില്ല, 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിൽ നിന്നും ഭഗവാൻ വിശദീകരിച്ചു. അതെല്ലാം കേട്ടപ്പോൾ സർവഭൗമ ഭട്ടാചാര്യൻ മനസ്സിലായത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോപിനാഥ ആചാര്യന്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് മനസ്സിലായി. ഭഗവാന്റെ കാരുണ്യം ലഭിച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലായി. അങ്ങനെ സർവഭൗമ ഭട്ടാചാര്യൻ ഭഗവാന്റെ വലിയൊരു ഭക്തനായിട്ട് മാറുകയാണ്. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ചർച്ച തുടരാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ വിചാരിച്ചു,
ദക്ഷിണ ഭാരതത്തിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയാണ്. ഭക്തർക്ക് ആർക്കും ഭഗവാനെ വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഭഗവാൻ എങ്ങനെയൊക്കെയോ ഒരു കാരണം കണ്ടുപിടിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, എൻ്റെ ചേട്ടനെ ഞാൻ അന്വേഷിച്ചു പോവുകയാണ്. കാരണം വിശ്വരൂപനെ കണ്ടിട്ട് വിശ്വരൂപം പോയിട്ട് എത്രയോ വർഷങ്ങളായി അല്ലേ. 12-13 വയസ്സുള്ളപ്പം പോയതാണ്, സന്യാസം എടുത്ത് പോയതാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ എൻ്റെ ചേട്ടനെ അന്വേഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂട്ടത്തിൽ ആരും വരരുതെന്നൊക്കെ പറഞ്ഞു. കാരണം ഭഗവാന് ദക്ഷിണ ഭാരതത്തിലും പ്രചരണം നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ദക്ഷിണ ഭാരതം മൊത്തം സന്ദർശിച്ചു. പിന്നെ പടിഞ്ഞാറേ ഭാഗത്തുകൂടെ, അതായത് കർണാടക, അങ്ങനെ മഹാരാഷ്ട്രയിലെത്തി പണ്ഡർപൂരിൽ പോയി. അവിടെ വിശ്വരൂപൻ ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമായ സ്ഥലമൊക്കെ കാണുകയാണ്. എന്നിട്ട് ഭഗവാൻ ദ്വാരകയിൽ പോയി, അവിടുന്ന് പിന്നെ ജഗന്നാഥ്പുരി അങ്ങനെ വരികയാണ്. ഇങ്ങനെയാണ് ദക്ഷിണ ഭാരതത്തിന്റെ യാത്ര. അന്നേരം ദക്ഷിണ ഭാരതത്തിൽ പോകുമ്പോൾ എവിടെയൊക്കെ ഭഗവാൻ സന്ദർശിച്ചു, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അന്നേരം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അടിയന്റെ ഗുരു മഹാരാജ് പരംപൂജ ജയപതാക സ്വാമി ഗുരു മഹാരാജ് ചുരുക്കത്തിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഗൗരാംഗാണ്. അന്നേരം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ ചർച്ച ചെയ്യാം. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മഹാപ്രഭു ആരാണ്, ചൈതന്യ മഹാപ്രഭു എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ ഓരോ ലീലകളും, ഉദാഹരണത്തിന് സർവഭൗമ ഭട്ടാചാര്യമായിട്ടുള്ള ചർച്ച തന്നെ ഒരു കുറഞ്ഞത് 100 ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാനുള്ളതുണ്ട്. അതേപോലെ നമ്മൾ കേശവ് ഭാരതിയായിട്ടുള്ള ചർച്ച, ഇങ്ങനെ ഓരോ ചർച്ചകളും എത്രയോ ക്ലാസ്സുകൾക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഭഗവാൻ അവിടെ വിശദീകരിക്കുന്നത്. പക്ഷേ നമ്മുടെ സമയപരിധി കൊണ്ട് നമ്മൾ വളരെ ചുരുക്കത്തിൽ ചർച്ച ചെയ്യുകയാണ്. കാരണം നമ്മളിപ്പോൾ തുടക്കത്തിലാണ്. ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചുരുക്കത്തിൽ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ സത്സംഗത്തിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവേഷൻ പോലെയാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് എടുക്കുന്ന പോലെയാണ്. ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞാൽ PhD ആണ്. അന്നേരം PhD ലെവലിലെ ചർച്ചകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ ആ PhD ലെവലിലുള്ള ആ ഇന്റലക്ച്വൽ വളരെ ആഴത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ലീലകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലകളുടെ മാധുര്യം മാത്രമാണ് നമ്മൾ രുചിക്കുന്നത്. പക്ഷെ താത്വികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. കാരണം അത്രയും സമയമില്ല. പിന്നെ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് കാരണം അത്രയ്ക്ക് ഉയർന്ന തത്വങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ അതായത് നമ്മുടെ സത്സംഗത്തിലുള്ള എല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അന്നേരം ഈ തത്വങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ലഭിച്ചു, ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത്, ഭഗവാന്റെ ലീലകൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ ദക്ഷിണ ഭാരതത്തിലേക്ക് പോയപ്പോൾ ഭഗവാൻ ശ്രീശൈലം അവിടെ ചെന്നു. അവിടെ ശിവതീർത്ഥം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് സാക്ഷാൽ മഹാദേവനെ കാണുകയാണ് ഭഗവാൻ. മഹാദേവൻ ഭഗവാന്റെ പാദം തൊട്ട് നമസ്കരിക്കുകയാണ്. പോകുന്നതിനിടയിൽ ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ തങ്ങി. ആ ബ്രാഹ്മണൻ ഭഗവാനെ കുറിച്ചുള്ള പല പല ശ്ലോകങ്ങൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ സ്കന്ദപുരാണത്തിൽ നിന്നൊക്കെ പല പല ശ്ലോകങ്ങൾ ഭഗവാനെ കുറിച്ചുള്ളതൊക്കെ അദ്ദേഹം ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ബ്രാഹ്മണനാണെങ്കിൽ ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ വലിയ ഭക്തനായിരുന്നു. എപ്പോഴും അദ്ദേഹം രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറയും, അദ്ദേഹം ഇങ്ങനെ പ്രസാദ വിതരണമൊക്കെ ചെയ്യുമ്പോൾ
ആള് പറയും, നിങ്ങൾക്ക് കൂടുതൽ പ്രസാദം വേണോ എങ്കിൽ രാമ രാമ എന്ന് പറയാൻ പറയും. അത്രയ്ക്ക് രാമനെ ഇഷ്ടമായിരുന്നു ആ ബ്രാഹ്മണന്. അപ്പോൾ ഉടനെ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ശിവപുരാണത്തിലും പത്മപുരാണ ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, ഇന്റർനെറ്റ് ഒരുപാട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചർച്ച തുടരാം. ഇതുവരെ കേട്ടത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? കമൻസിലിടാം. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നമുക്ക് ചർച്ച തുടരാം. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഗൗര ഗൗര എന്ന് കമൻസിലിട്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാൻ സന്യാസം എടുത്തതിന് ശേഷം ജഗന്നാഥ് പുരിയിലേക്ക് പോയി. ജഗന്നാഥ് പുരിയിൽ ഭഗവാൻ താമസിക്കുകയായിരുന്നു. അവിടെ കുറച്ച് സംഭവങ്ങൾ സർവഭൗമ ഭട്ടാചാര്യരുമായിട്ട് വേദാന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ ഭഗവാൻ പറയുന്നു, ഞാൻ ദക്ഷിണ ഭാരതത്തിലേക്ക് പോകും. അങ്ങനെ ഭഗവാൻ ദക്ഷിണ ഭാരതത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് നടന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്ര മധ്യയിൽ ഭഗവാൻ ഒരു ബ്രാഹ്മണനെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് തങ്ങുന്നത്. അദ്ദേഹം വലിയ രാമഭക്തനാണ്. അദ്ദേഹം എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, നീ എന്തുകൊണ്ട് കൃഷ്ണന്റെ നാമം ജപിക്കുന്നില്ല, എന്താണ് ഈ രാമനാമം മാത്രം ജപിക്കുന്നത്? അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശിവപുരാണത്തിലും പത്മപുരാണത്തിലും വായിച്ചിട്ടുണ്ട്, കൃഷ്ണന്റെ നാമമാണ് ഏറ്റവും ശ്രേഷ്ഠം. പ്രത്യേകിച്ച് പത്മപുരാണത്തിൽ മഹാദേവൻ പാർവതി ദേവിയെടുത്ത് പറയുന്നു, ഒരു രാമനാമം എന്ന് പറയുന്നത് 1000 വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ്. എന്നിട്ട് അതേ പുരാണത്തിൽ തന്നെ മഹാദേവൻ പാർവതി ദേവിയെടുത്ത് പറയുന്നു, ഒരാൾ കൃഷ്ണ എന്ന് ഒരിക്കൽ ജപിക്കുന്നതും 3000 വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ്. അതായത് 3 രാമനാമത്തിന് തുല്യമാണ് ഒരു കൃഷ്ണനാമം. അതുകൊണ്ട് എനിക്കറിയാം കൃഷ്ണന്റെ നാമം രാമനാമത്തെക്കാട്ടിയും കൂടുതൽ ശക്തമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഇഷ്ടദേവൻ രാമനാണ്, അതുകൊണ്ട് ഞാൻ രാമനാമമാണ് ജപിക്കുന്നത്. ഇങ്ങനൊരു ചർച്ചയുണ്ടായി. ചൈതന്യ മഹാപ്രഭു പല പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ചു. കുറെ യാത്ര ചെയ്തതിനു ശേഷം വീണ്ടും അതേ ബ്രാഹ്മണന്റെ വീട്ടിൽ വന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഭഗവാൻ വലിയ അത്ഭുതമായി. എന്നിട്ട് പറഞ്ഞ്, നേരത്തെ നീ രാമനാമം മാത്രമായിരുന്നല്ലോ ജപിക്കുന്നത്, ഇപ്പൊ എന്താ കൃഷ്ണന്റെ നാമം ജപിക്കുന്നത്, എന്ത് പറ്റിയെന്ന്? ഉടൻ തന്നെ ബ്രാഹ്മണൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അങ്ങ് തന്നെയാണ് കൃഷ്ണൻ. അങ്ങേ കാണുന്നവരെ എനിക്ക് ഹരേ കൃഷ്ണ മന്ത്രത്തിൽ ഇത്രയും വിശ്വാസം വന്നില്ല. ഞാൻ രാമനിൽ തന്നെ ഉറച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങയുടെ സാമീപ്യം ലഭിച്ചതോടുകൂടി എൻ്റെ ഉള്ളിൽ കൃഷ്ണഭക്തി അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങ് കൃഷ്ണൻ തന്നെയല്ലേ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഇത്രയും കൃഷ്ണനോട് ഇഷ്ടം തോന്നുന്നത്? അപ്പോൾ ഭഗവാൻ കൃഷ്ണനായിട്ടും ദർശനം കൊടുക്കുക, രാമനായിട്ടും ദർശനം കൊടുക്കുക. ചൈതന്യ മഹാപ്രഭുക്ക് ജയ. ഭഗവാന്റെ ഒരു ഫേമസ് രൂപമുണ്ട്, ഷഡ്ഭുജ ഗൗരാംഗ, 6 കൈകളോട് കൂടിയുള്ള ഗൗരാംഗ രൂപം. അത് നിത്യാംപ്രഭുവിന് കാണിച്ചതാണ്. അതേപോലുള്ള രൂപം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഭഗവാൻ ഒരു കയ്യിൽ വില്ലും പിടിക്കും, അസ്ത്രവും പിടിക്കും. അതായത് രാമന്റെ 2 കൈകളെ പോലെ. പിന്നെ അതേപോലെ കൃഷ്ണന്റെ ഓടക്കുള്ളിൽ പിടിച്ചുവിട്ടിട്ടുള്ള 2 കൈകളും. പിന്നെ മൂന്നാമത് ചൈതന്യ മഹാപ്രഭുവിന്റെ 2 കൈകൾ. അതിലെന്താണ്? സന്യാസദണ്ഡും കമണ്ഡലവും പിടിച്ചുകൊണ്ട്. അങ്ങനെ ഷഡ്ഭുജ ഗൗരാംഗ ദർശനം, 6 കൈകളോടുകൂടി ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനം. അതായത് രാമൻ, കൃഷ്ണൻ, ഗൗരാംഗൻ എല്ലാം ഒന്ന് തന്നെ അല്ലേ? അതായത് അതേ ശ്രീരാമസ്വാമിയായിരുന്ന അതേ ആള് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും. ശ്രീകൃഷ്ണ ഭഗവാനായ അതേ ആള് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. അതാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദ റായിയുമായിട്ടുള്ള ചർച്ച. ഇത് വളരെ സ്പെഷ്യലാണ്. ഇതെല്ലാം ദക്ഷിണ ഭാരതത്തിൽ നടന്ന സംഭവങ്ങളാണ്. എന്നിട്ട് രാമാനന്ദ റായ് എന്ന് പറയുന്നത് വലിയൊരു പ്രമാണിയായിരുന്നു. അന്നേരം ഭഗവാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രാമാനന്ദ റായ് ഭഗവാന്റെ നിത്യ പാർഷദനാണ്.
രാമാനന്ദറായ് ഒരു ഗോപികയാണ്. അതും ഞാൻ യഥാർത്ഥത്തിൽ ഏത് ഗോപിയാന്ന് ഞാൻ പറയാം. എന്തോ ലളിതാ സഖിയോ വിശാഖോ സഖിയാണ്. എന്നിട്ട് അർജുനും കൂടെയാണ്. അത് ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ട് കേട്ടോ. പക്ഷെ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു പാർഷദനാണ് രാമാനന്ദറായ്. രാമാനന്ദറായ് ചൈതന്യ മഹാപ്രഭുവായിട്ട് കാണുകയാണ്. അപ്പോൾ രാമാനന്ദറായ് പറഞ്ഞു, അദ്ദേഹം വലിയൊരു പ്രമാണിയായിരുന്നു. അദ്ദേഹത്തിന് 1000 ഭടന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട്. ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. അങ്ങേ കണ്ടതോടുകൂടി അവരെല്ലാം ഭക്തരായി മാറിയിരിക്കുകയാണ്. അവരെല്ലാം കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദേഹത്തെല്ലാം രോമാഞ്ചം കൊള്ളുകയാണ്. അവരുടെ കണ്ണീര് ധാരധാരയായിട്ട് കണ്ണീര് വരികയാണ്. അതായത് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട മാത്രയിൽ തന്നെ. എന്നിട്ട് രാമാനന്ദറായ് പറഞ്ഞു, അങ്ങേ കണ്ടതോടുകൂടി തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഭക്തി ലഭിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ദർശനം കൊണ്ട് മാത്രം തന്നെ ഇവരെല്ലാവരും ഭക്തരാവണമെങ്കിൽ അങ്ങ് തീർച്ചയായിട്ടും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ എന്ന്. ഇത് കേട്ടുടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, അത് എന്നെ കണ്ടതുകൊണ്ടല്ല, അത് അങ്ങയുടെ കൂട്ടത്തിലാണ് അവരെല്ലാവരും നിൽക്കുന്നത്, അതുകൊണ്ടാണ് അവരൊക്കെ ഭക്തരുന്നത്. ഭഗവാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ സന്യാസിയാണ്. അന്നേരം എൻ്റെ ഉള്ളിൽ പോലും അങ്ങ് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ ഭഗവാൻ രാമാനന്ദറായെ സ്തുതിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സർവഭൗമ ഭട്ടാചാര്യരുടെ വലിയൊരു കൂട്ടുകാരനും കൂടെ ആയിരുന്നു രാമാനന്ദറായ്. അതുകൊണ്ട് സർവഭൗമ ഭട്ടാചാര്യൻ നേരത്തെ പറഞ്ഞിരുന്നു, ദക്ഷിണ ഭാരതത്തിൽ പോകുമ്പോൾ രാമാനന്ദറായെ കാണണം. അതുകൊണ്ട് രാമാനന്ദറായിന് മനസ്സിലായത് സാക്ഷാൽ ഭഗവാനാണെന്ന്. പല രീതിയിലും ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഭഗവാൻ അതൊന്നും കേൾക്കാൻ തയ്യാറില്ലായിരുന്നു. അങ്ങനെ പല രീതിയിലും ഭഗവാനെ സ്തുതിക്കാൻ നോക്കിയിട്ടും ഭഗവാൻ അത് സ്വീകരിക്കാനും തയ്യാറല്ല. എന്നിട്ട് ഭഗവാൻ രാമാനന്ദറായെ തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ വലിയ ചർച്ചകൾ നടത്തും, ഭക്തിയുടെ തത്വങ്ങളെക്കുറിച്ചൊക്കെ. എന്നിട്ട് ഭഗവാൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. സർവോന്നതമായിട്ട് എന്താണ്? അന്നേരം രാമാനന്ദറായ് പറയും, വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ അതാണ് ഏറ്റവും, അതായത് എല്ലാവരും അവരവിടെ കർത്തവ്യങ്ങൾ ആസക്തി ഇല്ലാതെ പെരുമാറണം. അന്നേരം ചോദിച്ചു, അതിനും അപ്പുറത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പം പറയും, മോക്ഷമാണ് ഏറ്റവും പ്രധാനം. ആര് ചോദിക്കും? ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായ് എടുത്തത്. അന്നേരം രാമാനന്ദറായ് പറയും, അങ്ങ് ഭഗവാനാണ്, അങ്ങേക്ക് എല്ലാം അറിയാം, പിന്നെ എന്തിനാണ് എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? പക്ഷെ അങ്ങ് എന്നെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നു പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറഞ്ഞു, മോക്ഷമാണ് ഏറ്റവും പ്രധാനമെന്ന്. അന്നേരം ചോദിക്കും, അതിനപ്പുറത്തായിട്ട് എന്താണെന്ന് വെച്ചാൽ, അന്നേരം പറയും വൈകുണ്ഠ പ്രാപ്തിയാണ്. അതിനും അപ്പുറത്തായിട്ട് എന്താണ്? അന്നേരം പറഞ്ഞ് അത് ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കണം. അതിനും അപ്പുറത്തായിട്ട് എന്താണെന്ന്. അപ്പോൾ പറയും, ഭഗവാനെ ഗോലോക വൃന്ദാവനത്തിൽ പല പല രസങ്ങളിൽ സേവനം ചെയ്യുന്നത്, അതായത്
ശാന്തരസം, വാത്സല്യരസം, സാഖ്യരസം, മാധുര്യരസം, ഈ പല പല രസങ്ങളിൽ അന്നേരം ഓരോ രസങ്ങളായിട്ട് പറയും. ആദ്യം പറയും ശാന്തരസം, പിന്നെ പറയും ദാസ്യരസം, പിന്നെ പറയും സാഖ്യരസം, പിന്നെ അതിനും അപ്പുറത്തായിട്ട് എന്തോ അന്നേരം ഭഗവാനെ ഒരു മകനായിട്ട് കാണുന്നതാണ്. അതിനും അപ്പുറത്തായിട്ട് എന്തോ അന്നേരം പറഞ്ഞാൽ മാധുര്യ രസമാണ്, ഭഗവാനെ ഒരു കാമുകനായിട്ട് കാണുന്നു. ഇന്നത്തേക്ക് പറഞ്ഞ് അതിനും അപ്പുറത്തായിട്ട് എന്തോ എന്ന് പറയാം. ഏറ്റവും പരമോന്നതമായിട്ടുള്ളത് ആ മാധുര്യ രസത്തിൽ ശ്രീമതി രാധാറാണി ഭഗവാന്റെ സേവനം ചെയ്യുന്നതാണ്. ശ്രീമതി രാധാറാണിയാണ് ഭക്തിയുടെ ടോപ്പ് മോസ്റ്റ്. അത് രാമാനന്ദറായി ചൈതന്യ മഹാപ്രഭുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ രാമാനന്ദറായി ആകെ സ്തംഭിച്ചു. എന്നിട്ട് ഇങ്ങനെ സ്തംഭിച്ചിട്ട് പറയും, അങ്ങ് തന്നെയല്ലേ ആ രാധാകൃഷ്ണൻ? അങ്ങ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങ് തന്നെയല്ലേ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രമുണ്ട്. അതിൽ കാണിക്കും രാമാനന്ദറായി ഭഗവാൻ കൃഷ്ണനെ കാണും, ചൈതന്യ മഹാപ്രഭുവിനെ കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭു രണ്ടായിട്ട് മാറുന്നു, രാധാകൃഷ്ണനായിട്ട് മാറുന്നു. ആ ലീല അങ്ങനെ നടക്കുകയാണ്. അന്നേരം രാധാറാണിയാണ് ഭക്തിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് രാമാനന്ദറായി തന്നെ പറയുകയാണ്. അത് ചൈതന്യ മഹാപ്രഭു സ്വയം രാധാറാണി കൃഷ്ണനും കൂടെയാണ്. അന്നേരം അത് രാമാനന്ദറായിൽ നിന്ന് എല്ലാവരും കേൾക്കട്ടെ എന്ന് അവിടെ അതിനുവേണ്ടി ആ ലീല ചെയ്യുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ്, നമ്മൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞതാണ്. പിന്നെ അവിടുന്ന് ഭഗവാൻ കൂർമ്മദേശം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ സമ്പന്നനായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ വീട്ടിലായിരുന്നു ഭഗവാൻ താമസിച്ചിരുന്നത്. അവിടുന്ന് പ്രസാദം കഴിച്ചു. അന്നേരം ആ ബ്രാഹ്മണൻ ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ കാശുണ്ട്, ഞാൻ വലിയൊരു സമ്പന്നനാണ്, എനിക്ക് വീടുമുണ്ട്, അതിസുന്ദരിയായിട്ടുള്ളൊരു പത്നിയുണ്ട്, പശുക്കളുമുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്, സമൂഹത്തിലും നല്ല ഉന്നത ഒരു സ്ഥാനമുണ്ട്. പക്ഷെ എനിക്കൊരു സംതൃപ്തി ലഭിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു സന്യാസിയാവുന്നതാണ് ഏറ്റവും നല്ലത്. അന്നേരം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ ഒരു മർക്കട വൈരാഗ്യം സ്വീകരിക്കരുത്. മർക്കട വൈരാഗ്യം എന്ന് പറഞ്ഞാൽ കുരങ്ങനെ പോലെ എന്ന് പറഞ്ഞാൽ കുരങ്ങനും കാട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഉള്ളിൽ നിന്ന് വിരക്തി വന്നിട്ടില്ല. അതുകൊണ്ട് ഭൗതികമായിട്ട് നിന്റെ ഉള്ളിൽ ഇപ്പോഴും ആസ്വാദന മനോഭാവമുണ്ട്. ആ ആസ്വാദന മനോഭാവത്തെ ഉപേക്ഷിക്കാതെ നീ ഇത് ഉപേക്ഷിച്ചിട്ട് കാര്യമില്ലെന്നാണ്. അതുകൊണ്ട് നീ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ. എന്നിട്ട് കാണുന്നവരോടെല്ലാം കൃഷ്ണനെ കുറിച്ച് പറയൂ. അവിടെയാണ് ചൈതന്യ മഹാപ്രഭു ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കുന്നത്. എല്ലാവരും ഇത് എഴുതി വയ്ക്കുക. എന്താണ്? യാരേ ദേഖ താരേ കഹ കൃഷ്ണ ഉപദേശ്. അതായത് ആരെയൊക്കെ നിങ്ങൾ കാണുന്നോ അവർക്കെല്ലാം കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അമാര ആജ്ഞ ഗുരു ഹാന താര ഈ ദേശ്. അന്നേരം ഞാൻ നിനക്ക് നിർദ്ദേശം നൽകുന്നു, നീ ഗുരുവായിട്ട് വർത്തിക്കൂ. നീ ആരെയൊക്കെ കാണുന്നോ അവർക്കൊക്കെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നേക്കുമായിട്ട് ഭഗവാൻ നൽകിയ ഉപദേശമാണ്. അന്നേരം പ്രധാനമായിട്ടുള്ളത് നമ്മൾ സന്യാസം എടുക്കുന്നോ എടുക്കാതിരിക്കുന്നോ ഗൃഹസ്ഥനോ അതൊക്കെയല്ല. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട നിർദ്ദേശം എന്താ? നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ ചൈതന്യ മഹാപ്രഭു ഒരു സ്ഥലത്തെത്തി. വരാഹ നഗർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ചൊരു പണ്ഡിതനെ കണ്ടു. അദ്ദേഹം ഭാഗവത്തിനെ കുറിച്ച് എപ്പോഴും പ്രഭാഷണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ചൈതന്യ മഹാപ്രഭു ഒരു ഭാഗവതം കേട്ടപ്പോൾ മഹാപ്രഭുവിന് വലിയ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാഗവത പ്രഭാഷണം. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ജീവിതം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനോട് ആ ഭാഗവത ആചാര്യൻ ചോദിച്ചു, എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ പരിശീലിക്കേണ്ടതെന്ന്. അന്നേരം ചൈതന്യ മഹാപ്രഭു ആ ഭാഗവതാചാര്യന് പറഞ്ഞു കൊടുത്തു,
എല്ലാ ദിവസവും അങ്ങ് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ പണ്ഡിതൻ എന്നും ഭാഗവതം പാരായണം ചെയ്യാൻ തുടങ്ങി. അന്നേരം എല്ലാ ദിവസവും 18 മുതൽ 24 മണിക്കൂർ അദ്ദേഹം ഭാഗവത പ്രഭാഷണം എടുക്കാൻ തുടങ്ങി. അതിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് ഭാഗവതാചാര്യനായിട്ട് മാറി. നമ്മൾ നാമാചാര്യൻ എന്ന് ഹരിദാസ് ഠാക്കൂറിനെ പറയത്തില്ലേ, അതേപോലെ ഭാഗവതാചാര്യനായിട്ട് മാറി അദ്ദേഹം. അങ്ങനെ തുടർച്ചയായിട്ട് അവിടെ ഭാഗവതം പാരായണത്തിലൂടെ ഇദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാപ്തനായി. ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെയും പോയി. ഭഗവാൻ ഒരിക്കൽ വൃന്ദാവനത്തിൽ പോകുന്ന സമയത്ത്, സന്യാസം എടുത്തതിന് ശേഷം ഭഗവാൻ വൃന്ദാവനത്തിൽ പോകുന്ന സമയത്ത് ഭഗവാൻ ഭഗവാന്റെ കൂട്ടത്തിൽ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു സഹായിയായിട്ട്, ഗോവിന്ദ് ഘോഷ് എന്ന് പറയുന്നു. ഭഗവാനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ പല പല ഗൃഹസ്ഥരുടെ വീട്ടിലും കയറുമായിരുന്നു. അവരെല്ലാവരും ഭഗവാന് പ്രസാദമൊക്കെ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഭഗവാന് ദഹനക്കേട് പോലെ തോന്നി, ഒരുപാട് ഭക്ഷണം കഴിച്ചതായിട്ട്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എന്തെങ്കിലും ദഹനക്കേട് ഉണ്ടാവും? ഒരിക്കലും ഇല്ല, ഇത് ലീലയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കായിട്ട് നീ ചില പച്ചില മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഉടൻ തന്നെ ഗോവിന്ദ് ഘോഷ് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി അതിൻ്റെതായിട്ടുള്ള ഈ ദഹനക്കേടിന് വേണ്ടിയുള്ള ഒരു ഇല കൊണ്ടുവന്നു. എന്നിട്ട് ഭഗവാൻ അത് കൊടുത്തു. പിറ്റേ ദിവസം ചൈതന്യ മഹാപ്രഭു ഇതേപോലെ ദഹനക്കേടുണ്ടായപ്പം ഗോവിന്ദ് ഘോഷിനോട് പറഞ്ഞു, എനിക്ക് ദഹനക്കേടുണ്ട്, എനിക്ക് കുറച്ച് ആ ഇല വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ കുറേ സമയത്തിന് ശേഷമായിരുന്നു ഗോവിന്ദ് ഘോഷ് ആ മരുന്ന് കൊണ്ടുവന്നു. ഇപ്പോൾ നേരത്തെ കൊണ്ടുവന്നു. അപ്പോൾ ഉടനെ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, നേരത്തെ നീ കുറേ നേരത്തിന് ശേഷമായിരുന്നല്ലോ കൊണ്ടുവന്നു, ഇന്ന് പെട്ടെന്ന് എങ്ങനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഗോവിന്ദ് ഘോഷ് പറഞ്ഞു, അങ്ങേക്ക് എപ്പോഴും ദഹനക്കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കരുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ കരുതി വെക്കുന്നത് ഗൃഹസ്ഥരുടെ മനോഭാവമാണ്, അതുകൊണ്ട് നീ ഇനി മുതൽ എൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ യോഗ്യനാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് ഘോഷിന് ഭയങ്കര വിഷമായി. അന്നേരം ഞാൻ കുറച്ച് ഇല ശേഖരിച്ചു വെച്ചതിലാണോ അങ്ങ് എന്നെ ഗൃഹസ്ഥനാവാൻ പറയുന്നത്, വിവാഹം കഴിക്കാൻ പറയുന്നത്? അന്നേരം അങ്ങനെ പക്ഷെ ഭഗവാൻ പറഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചു. അങ്ങനെ ഗോവിന്ദ് ഘോഷിന് ഒരു മകൻ ജനിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വിഗ്രഹം ഉണ്ടായിരുന്നു, ഗോപിനാഥൻ, രാധാ ഗോപിനാഥന്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ സേവനവും ചെയ്ത് അവിടെ കഴിയുകയായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചു, മകനുണ്ടായി, ഭാര്യയും മരിച്ചു, മകനും മരിച്ചു എന്നുള്ളത്. അപ്പം ഗോവിന്ദ് ഘോഷ് ചിന്തിച്ചു, ഇങ്ങനെ ഭാര്യയും മകനും മരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നോട് വിവാഹം കഴിക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞു. ഗോവിന്ദ് ഘോഷിന് വലിയ വിഷമായി. അതുകൊണ്ട് വിഗ്രഹസേവയൊക്കെ നിർത്തിയെന്നുള്ളതാണ്. അവസാനം ഗോപിനാഥൻ ഭഗവാന്റെ വിഗ്രഹം തന്നെ ഗോവിന്ദ് ഘോഷിനോട് സംസാരിക്കാൻ തുടങ്ങി.
നീ എന്താ എന്റെ കാര്യമൊന്നും നോക്കാത്തെ? നീ എനിക്ക് എന്താ ഭക്ഷണം നിവേദ്യമൊന്നും തരാത്തത്? അന്നേരം ഗോവിന്ദ് ഘോഷ് പറഞ്ഞു, അങ്ങ് തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് എന്നോട് പറഞ്ഞു വിവാഹം കഴിക്കാൻ. അങ്ങ് പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തു. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, മകനും ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും മരിച്ചു. പിന്നെ എന്തിനാണ് എന്റെ വെറുതെ ടൈം പാസ് ചെയ്തിട്ട് ആവശ്യമൊക്കെ എന്തായിരുന്നു? ഇനിയിപ്പോ എനിക്ക് ആരും ഇല്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ കുടുംബമായിട്ട് കഴിയണ്ടേന്ന് വെച്ചോ. അന്നേരം ഗോപിനാഥൻ പറഞ്ഞ്, ഞാൻ നിന്റെ മകനല്ലേ, അന്നേരം എന്റെ കാര്യം നോക്കി നീക്ക് ഇരുന്നൂടെ? അന്നേരം ഉടനെ ഗോവിന്ദ് ഘോഷ് പറഞ്ഞു, ശരിയാണ്, അങ്ങ് എന്റെ മകനാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു എന്നോട് പറഞ്ഞതൊരു ഗൃഹസ്ഥനാവനാണ്. എന്നിട്ട് പറഞ്ഞു ഞാൻ സന്യാസത്തിന് യോഗ്യനല്ലെന്ന്. അന്നേരം എന്റെ ഇനിയിപ്പം ഗൃഹസ്ഥനായിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശ്രാദ്ധമൊക്കെ ആര് ചെയ്യും? പിണ്ടോദക ക്രിയകളൊക്കെ ആര് ചെയ്യും? അങ്ങ് മകനാണെന്നൊക്കെ പറയും, പക്ഷെ എന്റെ ശേഷക്രിയ ചെയ്യാനൊക്കെ വരുമെന്ന് വെച്ചു. അന്നേരം ഉടനെ ഭഗവാൻ പറഞ്ഞു, നീ എനിക്ക് കറക്റ്റായിട്ട് നിവേദ്യമൊക്കെ തരുവാണെങ്കിൽ നിന്റെ ശേഷക്രിയ ഞാൻ ചെയ്തു. അന്നേരം ഗോവിന്ദ് ഘോഷ് പറഞ്ഞു, ഉറപ്പാണോ? അന്നേരത്തേക്ക് പക്ഷെ അതിനു മുമ്പേ ഞാൻ നാട്ടുകാരെ എല്ലാരും വിളിക്കും, എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങ് പ്രതിജ്ഞ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ശേഷക്രിയ ചെയ്യാൻ അങ്ങ് തന്നെ വരണം. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാരും വന്നു. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഭഗവാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഞാൻ ഗോപിനാഥൻ, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഗോവിന്ദ് ഘോഷിനെ ഞാൻ എന്റെ അച്ഛനായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ശേഷക്രിയ ചെയ്യുന്നതായിരിക്കും. വിഗ്രഹം പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നല്ലോ. എന്നിട്ട് അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു. ഗോവിന്ദ് ഘോഷ് ഈ ലോകം വിട്ട് പോയപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ ശേഷക്രിയ ചെയ്യാനായിട്ട് വന്നു. ഹരേ കൃഷ്ണ. എത്ര വിചിത്രമായിട്ടുള്ള ലീലകളല്ലേ. ചൈതന്യ മഹാപ്രഭു ചെറുതായിട്ട് ധൈര്യക്കേട് ഉണ്ടായപ്പോഴത്തേക്ക് പോയി വിവാഹം കഴിക്കാൻ പറഞ്ഞു. ഭാര്യ മരിച്ചു, മകനും മരിച്ചു. അതിനുശേഷം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അപ്പോ ആള് ഭഗവാന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നോട് പറഞ്ഞു, നീ എന്താ എന്റെ കാര്യമൊക്കെ നോക്കാത്തെ? അത് പറഞ്ഞു, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂട്ടത്തിൽ നിൽക്കത്തില്ലായിരുന്നോ? എന്നിടത്തേക്ക് പറഞ്ഞ, നീ എന്റെ കാര്യങ്ങളൊക്കെ നോക്ക്, നിന്റെ കാര്യം ഞാൻ നോക്കാം, ഞാനും നിന്റെ മകനല്ലേ എന്നൊക്കെ. വളരെ വിചിത്രമായിട്ടുള്ള ലീല അല്ലേ. ഹരേ കൃഷ്ണ. ഇത് ചർച്ച തുടരാം. ചൈതന്യ മഹാപ്രഭു പ്രചരണം ചെയ്യുന്ന സമയത്ത് പല പല തടസ്സങ്ങളും നേരിട്ടിട്ടുണ്ട്, സാക്ഷാൽ ഭഗവാനായിട്ട് പോലും. ഉദാഹരണത്തിന് ചാന്ദ് കാസിയുടെ കഥ നമ്മൾ പഠിച്ചു. സങ്കീർത്തനം തടഞ്ഞിരുന്നു അല്ലേ? അതിന് എതിരായിട്ട് ചൈതന്യ മഹാപ്രഭു വലിയൊരു സങ്കീർത്തനം തന്നെ നടത്തി. അതിലൂടെ ആ പ്രശ്നം മാറി. ചൈതന്യ മഹാപ്രഭു വാരാണസി പോയപ്പം ഒരുപാട് മായാവാദി സന്യാസിമാർ ഭഗവാനെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഭഗവാന് തിരിച്ചു മറുപടി പറയാനും ദേഷ്യപ്പെടാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഭഗവാൻ അതൊന്നും ചെയ്തില്ല. ഭഗവാൻ കാരുണ്യം മാത്രമേ കൊടുത്തുള്ളൂ. അന്നേരം ഒരു പ്രചരണം ചെയ്യുന്ന ആൾ എങ്ങനെ ഇരിക്കണം, ഒരു ഗുരു എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന് പഠിക്കാൻ കഴിയും. ചൈതന്യ മഹാപ്രഭുവിനെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളോട് പോലും ചൈതന്യ മഹാപ്രഭു കാരുണ്യം കാണിച്ചിരുന്നു. ഭഗവാൻ സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ ആരെയും തർക്കിച്ച് തോൽപ്പിക്കാം. പക്ഷെ ഭഗവാൻ അതിനു വേണ്ടിയൊന്നും സമയം കളഞ്ഞില്ല. അവരോടെല്ലാം ഭഗവാൻ കാരുണ്യം കാണിച്ചിട്ടേ ഉള്ളൂ. ഭഗവാൻ എപ്പോഴും വിനയാന്വിതനായിട്ട് അവർക്ക് ഭക്തിയിൽ മുന്നേറാനുള്ള വഴി പറഞ്ഞു കൊടുക്കും.
ഉദാഹരണത്തിന് വാരാണസി വെച്ച് പ്രകാശാനന്ദ സരസ്വതിയും അദ്ദേഹത്തിൻ്റെ 10,000 ശിഷ്യരെയും ചൈതന്യ മഹാപ്രഭു ഒറ്റ നിമിഷം കൊണ്ട് ഭക്തരാക്കി മാറ്റി എന്നുള്ളത്. അവരൊക്കെ വലിയ മായാവതികളായിരുന്നു. മായാവതികൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപം ഇല്ല എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സമ്പർക്കത്താൽ അവരെല്ലാവരും ഭക്തരായിട്ട് മാറി. അതും അവരെ ഇങ്ങനെ കുറ്റം പറയാതെ അവരുടെ ഹൃദയത്തെ ചൈതന്യ മഹാപ്രഭു ജയിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരതത്തിൽ വന്ന സമയത്ത് മഹാപ്രഭുവിൻ്റെ സേവകനായിട്ടുള്ള ഒരാൾ തന്നെ അഭക്തരുമായിട്ടുള്ള സമ്പർക്കത്തിലായി ഭഗവാനെ മറന്നു പോയെന്നുള്ള, അവരിൽ നിന്നൊക്കെ ഭഗവാൻ ആ ഭക്തനെ രക്ഷിച്ചു എന്നുള്ളത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മളും ഭക്ത കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഭക്ത കൂട്ടായ്മയിൽ നിന്ന് മാറാനുള്ള പല സാഹചര്യം ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധ പുലർത്തണം. പിന്നെ സർവോപരി നമ്മൾ സ്വയം എപ്പോഴും കൃഷ്ണാവബോധത്തിലായിരിക്കണം. മറ്റുള്ളവർക്കും ഭക്തിയിൽ പുരോഗമിക്കാനുള്ള അവസരം എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ചൈതന്യ മഹാപ്രഭു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ എല്ലാ പാർശ്വത്തിലൂടെ എപ്പോഴും പറയും, നിങ്ങൾ പ്രചരണം ചെയ്യൂ. ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പ്രചരണമാണ്. നമ്മൾ പ്രചരണം ചെയ്യുന്നതിലൂടെ നമുക്കും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. എപ്പോഴും മഹാപ്രഭുവിൻ്റെ പാർശ്വത്തിലൂടെ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പ്രചരണം എന്തായി. അങ്ങനെ ബംഗാൾ പ്രദേശം മൊത്തം ഭക്തരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ള അത്രയ്ക്ക് പ്രചരണം നടക്കുകയാണ്. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാ കുട്ടികളും ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം? ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ആണും പെണ്ണും കുട്ടികളും എല്ലാവരും ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്തു വരണമെന്ന്. അതുവരെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, തളർന്നിരിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഓരോ വ്യക്തികളെയും ഭക്തിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ പറയുന്നു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും കൃഷ്ണഭക്തരായി മാറണം. അവരെല്ലാം സന്തോഷിക്കട്ടെ, അവരെല്ലാം ഭക്തിയിൽ മഗ്നരായി നാമം ജപിച്ച് രോമാഞ്ചം കൊള്ളട്ടെ എന്ന് പറയുന്നു. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആഗ്രഹം. പിന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യരാണ് 6 ഗോസ്വാമിമാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഗോസ്വാമിമാരാണ് രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും. അന്നേരം രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും മഹാപ്രഭുവിനെ കണ്ടുമുട്ടുന്ന ആ രംഗം നമുക്ക് ചർച്ച ചെയ്യാം. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ ഗംഗാതീരത്തിലൂടെ പോവുകയായിരുന്നു. ഗംഗാതീരത്തിൻ്റെ അടുത്തൂടെ ഉള്ള വഴിയിലൂടെ പോവുകയായിരുന്നു. അങ്ങനെ രാംകേലി എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും കാണുകയാണ്. അവർ ദൂരെ നിന്നും ഭഗവാനെ കാണുകയാണ്. ഭഗവാൻ അവരെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. കൂട്ടത്തിലുള്ള പാർശ്വതരെല്ലാം അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ ഇത് ആരാണെന്ന്. ആ സമയത്ത് ഒരു നവാബിന് വേണ്ടി ഇസ്ലാമിക രീതിയിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു രൂപ ഗോസ്വാമി സനാതൻ ഗോസ്വാമി. കാരണം വേറെ വഴിയില്ലായിരുന്നു. കാരണം രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും വലിയ പണ്ഡിതന്മാരായിരുന്നു. അന്നേരം നവാബ് അവരെ
അവരുടെ കീഴിൽ ജോലിക്ക് നിർത്തുകയാണ്. അതിന് തയ്യാറാകാതെ ഇരുന്നപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭക്തരെ എല്ലാം നമ്മൾ കൊല്ലുമെന്ന് ഒരു ഭീഷണി കൊടുത്തു. അതുകൊണ്ട് പാവം രൂപ ഗോസ്വാമിക്കും സനാതൻ ഗോസ്വാമിക്കും അന്നത്തെ ഇസ്ലാമിക ഹുസൈൻ ഷാ എന്ന പറയുന്ന അധികാരിയുടെ കീഴിൽ ജോലിക്കാരായിട്ട് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് അവരുടെ കീഴിലായതുകൊണ്ട് അവരുടേതായിട്ടുള്ള വേഷവിധാനമായിരുന്നു. അന്നേരം കൂട്ടത്തിലുള്ള ഭക്തർ വിചാരിച്ചു, ഈ ഇസ്ലാമികരായിട്ടുള്ള രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുമ്പിൽ എന്തിനാണ് നമസ്കരിക്കുന്നത്? പക്ഷെ അവർക്കറിയത്തില്ലായിരുന്നു ഇത് സാക്ഷാൽ ഗോലോകത്തിലെ മഞ്ചരികളാണ് അല്ലേ. സനാതൻ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ മഞ്ചരിയും കൂടെയാണ്, അതുകൂടാതെ സനത് ഋഷിയും കൂടെയാണ്. സനത് കുമാര ഋഷികളുടെ സനാതന ഋഷിയാണ് സനാതൻ ഗോസ്വാമി. അന്നേരം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാനിവിടെ വന്നത് തന്നെ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഭക്തരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും രൂപ ഗോസ്വാമിക്ക് സനാതൻ ഇവർക്ക് രണ്ടുപേർ രൂപ സനാതന് കാരുണ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ഓരോ ഭക്തരുടെയും പാദം തൊട്ട് നമസ്കരിച്ചു. അവർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. അങ്ങനെയാണ് രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ആദ്യമായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നത്. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിലായിരിക്കുന്ന സമയത്ത് ബംഗാളിൽ നിന്ന് ഭക്തർ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി വരുമായിരുന്നു. പ്രത്യേകിച്ച് ഈ രഥയാത്ര സമയത്ത് ഭക്തരെല്ലാവരും ഒത്തുകൂടി ബംഗാൾ മൊത്തം ഭക്തരും ജഗന്നാഥ് പുരിയിലേക്ക് എത്തും. അന്നേരം 500 കിലോമീറ്റർ നടന്നിട്ടാണ് അവർ എത്തുന്നത്. നവദ്വീപിൽ നിന്നും ജഗന്നാഥ് പുരിയിലേക്ക് 500 കിലോമീറ്റർ നടന്നാണ് അവരെത്തുന്നത്. അവരെ ഇത്രയും ഭക്തരുടെ നയിക്കാനായിട്ട് ശിവാനന്ദ് സെയിൻ, വാസുദേവ് ദത്ത് എന്ന ഭക്തരൊക്കെയായിരുന്നു. ഇവരെല്ലാം അവരുടെ ഭക്ഷണവും താമസവും അതൊക്കെ ഇങ്ങനെ തയ്യാറാക്കി അവരെല്ലാവരെയും കൊണ്ടുവരും. മഹാപ്രഭുവിനെ കണ്ട് രഥയാത്രയിൽ പങ്കെടുത്തിട്ട് അവരെല്ലാവരും തിരിച്ചു പോകുന്നുള്ളത്. 500 കിലോമീറ്റർ ആലോചിച്ച് നോക്കാം. 500 കിലോമീറ്റർ നടക്കുകയും തിരിച്ചും അതേപോലെ 500 കിലോമീറ്റർ. അങ്ങനെ വർഷം തോറും ജഗന്നാഥ് പുരിയിൽ ബംഗാളിലെ ഭക്തർ വരും. രഥയാത്രയിൽ ഈ ഭക്തരെല്ലാവരും കൂടി ഒരുപാട് സങ്കീർത്തനം ചെയ്യും. അങ്ങനെ വലിയൊരു ആഘോഷ നിമിഷങ്ങളായിരിക്കും വർഷം തോറുമുള്ള രഥയാത്രയിൽ. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിലെ രാവിലത്തെ ആരതി കഴിഞ്ഞിട്ട് സർവഭൗമ ഭട്ടാചാര്യരുടെ അവിടെ എത്തി. ഭഗവാനെ കണ്ട ഉടൻ തന്നെ സർവഭൗമ ഭട്ടാചാര്യ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് മഹാപ്രസാദം ജഗന്നാഥിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഉടനെ സർവഭൗമ ഭട്ടാചാര്യ അത് കൈകൊണ്ട് സ്വീകരിക്കാം. എന്നിട്ട് ഉടൻ തന്നെ, അതായത് എഴുന്നേറ്റതേ ഉള്ളൂ, എന്നിട്ട് അങ്ങനെ തന്നെ കഴിച്ചു. എന്നിട്ട് ഉടനെ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു,
നീ ഒരു ബ്രാഹ്മണനല്ലേ, നിനക്ക് ശുദ്ധിയൊന്നും അറിഞ്ഞൂടെ? നീ പല്ലുപോലും തേച്ചിട്ടില്ല, അതിനു മുമ്പേ നീ പ്രസാദം എടുത്ത് കഴിച്ചോ? ഉടൻ തന്നെ സർവഭൗമ ഭട്ടാചാര്യ ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ നിയമനിബന്ധനകളോ സമയം സാഹചര്യം ഒന്നുമില്ല. പ്രസാദം കിട്ടിയ ഉടനെ കഴിച്ചിരിക്കണം. അങ്ങനെയാണ് പ്രസാദത്തെ ബഹുമാനിക്കേണ്ടത്. പ്രസാദം കൺമുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കഴിച്ചോണം. അത് പിന്നെ കഴിക്കുക ഇങ്ങനെയാണെന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. അത് പ്രസാദത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അന്നേരത്തേക്ക് ഉടനെ സർവഭൗമ ഭട്ടാചാര്യ എടുത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇപ്പോഴാണ് നീ യഥാർത്ഥ ഭക്തനായത്. അന്നേരം ബ്രാഹ്മണര് രണ്ട് രീതിയിലുള്ളവരുണ്ട്. ഒന്ന് വൈഷ്ണവ ബ്രാഹ്മണരുമുണ്ട്, ഒന്ന് സാധാരണ ബ്രാഹ്മണർ. സാധാരണ ബ്രാഹ്മണര് ശുചിത്വത്തെക്കുറിച്ച് പറയത്തേ ഉള്ളൂ. പക്ഷെ ഈ ശുചിത്വമൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പാലിക്കുന്നത് എന്ന് ഒരിക്കലും അറിഞ്ഞുകൂടാ. അന്നേരം അതിനുള്ള ഒരു വലിയൊരു പാഠവും കൂടെയാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് പല്ല് തേക്കാതെ പ്രസാദം കഴിക്കാം എന്നല്ല ഭഗവാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അവിടെ ഭഗവാന്റെ പ്രസാദത്തിന്റെ മഹത്വമാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രസാദം എത്രത്തോളം പ്രാധാന്യത അറിയിക്കുന്നു. ആ പ്രസാദം നമ്മുടെ മുന്നിൽ വരുന്നത് അത് ഭഗവാന്റെ വലിയ കാരുണ്യമാണ്. പ്രസാദത്തെ ഒരിക്കലും അവഗണിക്കരുത്, പ്രസാദത്തിന്റെ ഒരു വറ്റു പോലും കളയരുത് എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടത്. ഇനി നിയമനിബന്ധനകൾ ആചാര അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് ഭഗവാന്റെ പ്രസാദം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ എന്താണോ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ളത് അതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രസാദം കഴിച്ചാൽ എല്ലാ പരിശുദ്ധിയും ഉണ്ടാകുമല്ലേ? അതെ. അതുകൊണ്ട് പ്രസാദം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇവിടെ പ്രസാദം കഴിക്കാൻ നിയമനിബന്ധനകളൊന്നും ഇല്ലെന്നാണ്. അതായത് നമ്മൾ കുളിക്കാതെ പോലും പ്രസാദം കഴിക്കാമെന്ന്. ഭഗവാന്റെ പ്രസാദം അത്രയ്ക്ക് പവർഫുള്ളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ അർത്ഥം കുളിക്കാതെ കഴിക്കണം, പല്ല് തേക്കാതെ കഴിക്കണമെന്നല്ല, അത്രത്തോളം പരിശുദ്ധമാണ് പ്രസാദം. ഗദാധർ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ജഗന്നാഥ്പുരിയിൽ തന്നെ ക്ഷേത്ര സന്യാസം എടുക്കുകയാണ്. ക്ഷേത്ര സന്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ജഗന്നാഥ്പുരി വിട്ട് എങ്ങും പോകത്തില്ല. അവിടെ ഗദാധർ പണ്ഡിറ്റിനൊരു വിഗ്രഹമുണ്ട്. ഗദാധർ പണ്ഡിറ്റ് എന്ന് പറയുന്ന ആരാ? സാക്ഷാൽ ശ്രീമതി രാധാറാണിയാണ്. അന്നേരം ഗദാധർ പണ്ഡിറ്റ് പൂജിച്ചൊരു വിഗ്രഹമാണ് ഗോപിനാഥ്. അന്നേരം വളരെ സുന്ദരമായിട്ടുള്ളൊരു വിഗ്രഹമാണ്. ഭഗവാൻ സ്വയം കെട്ടിപ്പിടിക്കുകയായിരുന്നു ആ വിഗ്രഹത്തെ. അങ്ങനെ ഒരിക്കൽ നിത്യാംപ്രഭു അവിടെ എത്തിയപ്പോൾ നിത്യാംപ്രഭു ഗദാധർ പണ്ഡിറ്റിന് വേണ്ടി കുറച്ച് അരിയും അതൊക്കെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അന്നേരം ഗദാധർ പണ്ഡിറ്റ് ഗോപിനാഥിന് വേണ്ടി ചോറും ദാലും ചീരയുടെ കുറച്ച് വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഗദാധർ പണ്ഡിറ്റ് നിത്യാംപ്രഭുവിനെ കെട്ടിപ്പിടിച്ചോ. എന്നിട്ട് ആ സമയത്ത് ഗോപിനാഥന് നിവേദിച്ച ആ ഭക്ഷണം നിത്യാംപ്രഭുവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതേ സമയത്ത് തന്നെ ചൈതന്യ മഹാപ്രഭു അവിടെ എത്തി. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു, നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ലല്ലോ, അതെന്താ? നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും പ്രസാദം കഴിക്കേണ്ട സമയത്ത് ഞാൻ എത്തും എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ഇവിടെ എത്തി. അങ്ങനെ 3 പേരും കൂടെ ചേർന്ന്, ചൈതന്യ മഹാപ്രഭു, നിത്യാംപ്രഭു, ഗദാധർ 3 പേരും കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, വളരെ മനോഹരമായിട്ട് നീ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് പുളിയുടെ ഇല വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയെന്നത്. അത് നമ്മുടെ പുളി പോലെ ആയിരിക്കാം, അത് എല്ലാവർക്കും പാചകം ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ നീ എങ്ങനെ ഇത് പാചകം ചെയ്തു? ഇതൊക്കെ വളരെ മനോഹരമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം സാക്ഷാൽ രാധാറാണി തന്നെയാണ് ഗദാധർ പണ്ഡിറ്റ്
അതുകൊണ്ട് രാധാറാണിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഈ ഒരു ലീലയ്ക്ക് പ്രത്യേകതയുണ്ട്. ചൈതന്യ മഹാപ്രഭുവും ഗദാധർ പണ്ഡിതും നിത്യാംപ്രഭുവും കൂടെ ഒന്നിച്ച് ഈ ഭക്ഷണം കഴിച്ച ഈ ലീല ആര് ചർച്ച ചെയ്യുന്നോ, ആര് കേൾക്കുന്നോ, അവർക്കെല്ലാം അധികം താമസിക്കാതെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ലഭിക്കുന്നു. ഹരി ബോൾ. എല്ലാവരും കേട്ടോ? എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇനി ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന ഒരു ലീലയാണ്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ ലീലകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കത്തിലാണ് ഈ ലീലകളൊക്കെ. കാരണം ഇതിലൂടെ ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലകൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അതിൽ നടന്നതെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? പ്രത്യേകിച്ച് ഈ അവസാനത്തെ ലീല കേൾക്കുന്ന എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം അധികം താമസിക്കാതെ കിട്ടുന്നു. ഒരു ഭക്ത പറയുന്നു, എന്നാലും ആ പുളിയില കൊണ്ടുള്ള വിഭവം എന്തായിരിക്കും? അത് രാധാറാണിക്ക് അറിയോ? അത് ഭഗവാൻ വരെ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു തന്നെ പറയുക, ഈ പുളിയില വെച്ച് ആർക്കാണ് കറി ഉണ്ടാക്കാൻ പറ്റും? നിനക്കല്ലാതെ ആർക്ക് കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. പുളിയുടെ ഇല വെച്ച് പോലും കറി ഉണ്ടാക്കിയതല്ലോ. ഹരേ കൃഷ്ണ. എന്നിട്ട് എന്തു പറയുന്ന ഈ ഗദാധർ പണ്ഡിതൻ നിത്യാംബരവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഉടനെ മഹാപ്രഭു അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ എന്നെ ക്ഷണിക്കാഞ്ഞേ? നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്ത് എത്തും. അങ്ങനെ 3 പേരും കൂടെ ആ ഭക്ഷണം കഴിക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇനി നമുക്ക് നാളെ ചർച്ച തുടരാം കേട്ടോ. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് അടുത്ത ചർച്ച ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന ആ ഒരു രംഗമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. പിന്നെ ജഗന്നാഥ്പുരിയിലെ രഥയാത്രയുടെ സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് രംഗങ്ങളുണ്ട്. അതൊക്കെ കൂടുതലും ചൈതന്യ ചരിതാമൃതത്തിലാണ്. അത് നമുക്ക് ഒരു സമയത്ത് നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ ഗൗർ പൗർണിമ ആയതുകൊണ്ട് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലീലകളൊക്കെ ചർച്ച ചെയ്തത്. അതായത് രഥയാത്ര നടക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഒരുപാട് നൃത്തം ചെയ്യും, കീർത്തനം ചെയ്യും, ഇടയ്ക്ക് രഥം അങ്ങ് നിൽക്കും. രഥം നിൽക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു രഥത്തിന്റെ പുറകിൽ പോയി തലയിച്ച് ഇങ്ങനെ തള്ളും. ഉടനെ രഥം അനങ്ങി തുടങ്ങും. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരേ സമയത്ത് ചൈതന്യ മഹാപ്രഭു രഥത്തിന്റെ 4 ദിശകളിൽ നിന്ന് നൃത്തം ചെയ്യും. ഒരേ സമയത്ത് 4 സ്ഥലങ്ങളിൽ ഭഗവാൻ നിന്ന് കീർത്തനവും നൃത്തവും ചെയ്യാറ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ രഥയാത്രയുടെ സമയത്ത് നടക്കാറുണ്ട്. ഇതൊക്കെ കൂടുതലും ചൈതന്യ ചരിതാമൃതത്തിലാണ് വർണ്ണിക്കുന്നത്. നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ഉദ്ദേശം ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ്. എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കമൻസിലിടും. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഗൗര എന്ന് കമൻസിലിടും.
ഹരേ കൃഷ്ണ. ഇനി അവസാനത്തെ കുറച്ച് അധ്യായങ്ങളാണുള്ളത്. അതൊക്കെ നമുക്ക് നാളെ രാവിലെ ചർച്ച ചെയ്യാം. ഓക്കെ. ഹരേ കൃഷ്ണ. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ചർച്ച തുടരാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.